ഹലോ, നമസ്കാരം. ചില വീടുകളിൽ കാലങ്ങളായി ചെയ്തു പോരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നത്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ നല്ലത് സംഭവിക്കുമെന്നാണ് വിശ്വാസം. കാക്ക പൊതുവെ ബലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ പൂർവികരെ ബന്ധപ്പെട്ട ഒന്ന് മാത്രമല്ല, യമലോകത്തിൻ്റെ കവാടത്തിൽ കാക്ക ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്നെ പൂർവികർ പറയാറുണ്ട്, കാക്കയെ ഉപദ്രവിക്കരുത്, കാക്കയ്ക്ക് ആഹാരം കൊടുക്കണം എന്നത്. കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ പ്രത്യുപ്രീതി ഉണ്ടാകുമെന്ന് എന്നാണ് വിശ്വാസം. വിഷ്ണു പുരാണത്തിലും ഗരുഡ പുരാണത്തിലുമെല്ലാം കാക്കയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ പലതും പറയാറുണ്ട്. കാക്ക വിരുന്നു വിളിക്കുന്നു പോലുള്ള കാര്യങ്ങൾ പണ്ടേ നാം പറഞ്ഞു കേൾക്കാറുണ്ട്. ദുരിതങ്ങൾ മാറാൻ പ്രത്യുപ്രീതിയെങ്കിൽ സന്തതി പരമ്പരകൾ നന്നായി വരും എന്നാണ് പറയുക. ഇതുപോലെ ശനിദേവനെ പ്രീതിപ്പെടുത്താൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് പറയും. ശനി നല്ല ഫലങ്ങളും നൽകുന്നു എങ്കിലും പൊതുവെ ശനിദശ എന്നാൽ മോശം കാലമെന്നാണ് നാം പറയുക. രോഗമരണ ദുരിതങ്ങൾ മാറി നിൽക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. അകാല മൃത്യു ആ കുടുംബത്തിൽ ഉണ്ടാകില്ലെന്നും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കുമെന്നാണ് വിഷ്ണു ഗരുഡ പുരാണങ്ങൾ പറയുന്നത്. ഇനി കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് എച്ചിൽ നൽകുകയോ അല്ലെങ്കിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അത് നാം കഴിക്കുകയോ എന്നതല്ല, നാം കാക്കയ്ക്കായി ഭക്ഷണം നൽകുക എന്നതാണ്. ഇത് നൽകാൻ ചിട്ടയുമുണ്ട്. നമ്മുടെ വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ കഴിക്കുന്നതിന് മുമ്പായി ഒരു പാത്രത്തിലോ ഇലയിലോ കാക്കയ്ക്ക് കഴിക്കാൻ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ അടുക്കളപ്പുറത്തോ വെക്കുന്നത് കൂടുതൽ നല്ലതാണ്. ആഹാരം ആറിയ ശേഷം വയ്ക്കുക. ഒരു ചിരട്ടയിലോ മറ്റോ അല്പം വെള്ളം വയ്ക്കുന്നതും നല്ലതാണ്. കാക്ക ഈ ആഹാരം സ്വീകരിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി കാക്കയ്ക്ക് എള്ള് നൽകിയാലുള്ള ഗുണങ്ങൾ. നമ്മൾ കിടക്കുന്ന മുറിയിൽ ഉപയോഗിക്കുന്ന തലയിണയുടെ അടിയിൽ എള്ള് കിഴികെട്ടി വയ്ക്കുക. ആഴ്ചയിൽ ശനിയാഴ്ച ഇതിൽ നിന്നും അല്പം എള്ള് കാക്കയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ചേർത്ത് നൽകാം. ഇത് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതി നൽകുന്നു. അതുപോലെ ശത്രുദോഷം മാറാനും കഷ്ടതകൾ മാറാനുമെല്ലാം ഇതേറെ നല്ലതാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ പൃഥ്വിദോഷ പരിഹാരത്തിനെല്ലാം ഇത് നല്ലതാണ്. പൃഥ്വിതർപ്പണത്തിന് എള്ള് പ്രാധാന്യമാകുന്നതിൻ്റെ കാരണം ഇതുകൂടിയാണ്. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഐശ്വര്യം ഉണ്ടാകും. ഇതുപോലെ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് കാക്കയ്ക്ക് ആഹാരം നൽകി പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലമെന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ: പൂരം, ഉത്രാടം, ചോതി, ഭരണി, പൂരാടം, വിശാഖം, മകീരം, ആയില്യം, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെ നക്ഷത്രക്കാരുള്ള സ്ത്രീകൾ കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസം ചോറിൽ എള്ള് കുഴച്ച് ആഹാരം നൽകുന്നത് വീട്ടിൽ സർവ്വ ഐശ്വര്യം വരുത്തുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും നല്ലതാണ്.